വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മുഖത്തെ കരുവാളിപ്പ് മാറ്റുവാനുള്ള ടിപ്സുമായിട്ടാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പം നമുക്ക് ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാം ഗൈസ്. അപ്പൊ ഓക്കെ, നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. നിങ്ങളെ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് മുഖക്കുരു, മുഖത്തെ കരുവാളിപ്പ്, വെയിൽ കൊണ്ടുള്ള മങ്ങൽ തുടങ്ങിയ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ്. നമുക്ക് ഇത് വീട്ടിൽ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖത്തെ കരുവാളിപ്പും മുഖക്കുരു തുടങ്ങിയവ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ട് മാറ്റാവുന്നതല്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു സാധനം തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കതിൽ വ്യത്യാസം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ ദിവസം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഗൈസ്. നമുക്ക് ഒന്നാമതായി നോക്കാം. വീട്ടിൽ നിങ്ങൾ ബജി ഉണ്ടാക്കുന്ന കടലമാവ് അറിയത്തില്ലേ? കടലമാവ് വെറുതെ പുരട്ടിയാൽ തന്നെ നല്ല വ്യത്യാസം കാണും. കടലമാവും തേനും ചേർത്ത് നമുക്ക് പുരട്ടാം. അതുപോലെ തന്നെ കടലമാവും തൈരും ചേർത്ത് ഉപയോഗിക്കാം. മൈദമാവല്ല ഗായ്സ്, കടലമാവാണ്. മറ്റേ മുളക് ബജി, വാഴയ്ക്ക ബജി തുടങ്ങിയ ബജികൾ ഉണ്ടാക്കുന്ന കടലമാവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഗൈസ്? വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്ന മാവല്ല, അത് ഞങ്ങളുടെ നാട്ടിൽ മൈദമാവാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. കടലമാവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ സാധിക്കും. ഒന്നാമതായി അപ്പോൾ എന്താണ്? കടലമാവാണ്. അതുപോലെ തന്നെ ഗൈസ്, കടലമാവിൽ തൈരും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാം. അത് നല്ല വ്യത്യാസം കാണും. ഇത് ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഒരാഴ്ചയിൽ ഒരു മിനിമം 3 ദിവസമെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കണം. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ തുടർച്ചയായി 3-4 ദിവസങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ വ്യത്യാസം കാണുകയുള്ളൂ. അതുപോലെ കരിവാളിപ്പ് മാറ്റാൻ വെറും തൈര് ചേർത്ത് മാത്രം നിങ്ങൾക്ക് മുഖത്ത് പുരട്ടി കൊടുത്താൽ നല്ല വ്യത്യാസം വരും. ഗൈസ്, ഇന്ന് നമ്മൾ തൈര് വെച്ച് മുഖത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ അരിപ്പൊടി വീട്ടിൽ കാണില്ലേ? പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടി വീട്ടിൽ കാണില്ലേ? അതുപോലെ വീട്ടിൽ കാണുന്ന അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുഖത്ത് കരുവാളിപ്പ് മാറ്റാം. അരിപ്പൊടി കുഴച്ച് പേസ്റ്റ് രൂപത്തിൽ ഇട്ടാൽ മതി ഗൈസ്, അപ്പോൾ മാറ്റാൻ കഴിയും. എന്റെ ചാനലിൽ തന്നെ ഉണ്ട് ഗൈസ്, അരിപ്പൊടിയല്ല ദോശമാവിന്റെ വീഡിയോ ഒക്കെ എന്റെ ചാനലിലുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. എന്റെ വീഡിയോയിൽ കറ്റാർവാഴയുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കറ്റാർവാഴ മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. ഇത് രാത്രി കാലങ്ങളിൽ മുഖത്ത് പെരട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഇത് കഴുകി കളഞ്ഞില്ലേലും ഒരു പ്രശ്നമില്ല ഗൈസ്. ഇത് കറ്റാർവാഴ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ മാക്സിമം അത് നമുക്ക് ഈ വാങ്ങിക്കാൻ കിട്ടുന്ന കറ്റാർവാഴയുടെ ജെല്ലല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളർത്തുന്ന കറ്റാർവാഴയുടെ അതിന്റെ ഈ തൊലി മുറിച്ച് കളഞ്ഞിട്ട് അതിന്റെ ഒരുമാതിരി ജെല്ല് പോലത്തെ ഉള്ള ഒരു സംഭവമുണ്ട് ഗൈസ്. അത് ഉപയോഗിച്ച് നിങ്ങൾ മുഖത്ത് പുരട്ടിയാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണാവുന്നതാണ്. അതുപോലെ തക്കാളി അരച്ചുടച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടിയാലും നല്ല വ്യത്യാസം കാണും. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും വ്യത്യാസം കാണാവുന്നതാണ്. തക്കാളിയുടെ വീഡിയോയും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, നിങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് വരൂ. അതുപോലെ വെളിച്ചെണ്ണയും നാരങ്ങ നീരും കൂടെ ഉപയോഗിച്ച് മുഖത്ത് തേച്ചാലും നല്ല വ്യത്യാസം കാണും. വെളിച്ചെണ്ണയുടെ വീഡിയോ ഒക്കെ നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല, അതുകൊണ്ട് ഞാൻ തുടർന്ന് വരുന്ന വീഡിയോയിൽ ഇത് കാണിച്ചു തരാം. അതുപോലെ കോഫി പൗഡർ മികച്ച ഒരു ഫേസ് പാക്ക് ആണ് ഗൈസ്. അത് കോഫി പൗഡർ കുഴച്ച് മുഖത്തിട്ടാലും നല്ല വ്യത്യാസം കാണാൻ പറ്റും. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കും. ഉലുവ ഫേസ് പാക്ക് ഞാൻ എന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ റോസ് വാട്ടർ, നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന റോസ് വാട്ടർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, അത് നല്ല വ്യത്യാസം കാണും. ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ റോസ് വാട്ടർ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും, അതിന്റെ വീഡിയോ ഞാൻ ഇടാവുന്നതാണ്. റോസ് വാട്ടർ ആർക്കെങ്കിലും തയ്യാറാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അത് തയ്യാറാക്കി കാണിക്കാവുന്നതാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ സ്ഥിരം പരിപാടിയായ മുഖത്തുള്ള ഫേഷ്യലിലേക്ക് കടക്കാം ഗൈസ്.
ഗായ്സ്, ഇന്ന് നമ്മൾ തൈര് കൊണ്ടുള്ള ഫേസ് പാക്കാണ്. തൈര് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. നിങ്ങൾക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംമാതിരി തൈര് നിങ്ങളുടെ വീട്ടിൽ കാണാം. അതിൽ നിന്ന് നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് നിങ്ങളുടെ മുഖത്ത് തേച്ച് നോക്കുക. ഇന്ന് നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റ്. തൈര് കുടിക്കാനും നല്ലതാണ്, ചുമ്മാ കുടിക്കാൻ. കൊള്ളാം ഗൈസ്. ഇനി നമുക്കൊരു കിണ്ണത്തിലേക്ക് മാറ്റാം ഗൈസ്. ഒരു ശകലം മതി കേട്ടോ, ഇത്രേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗേസ്, ഞാൻ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വല്ല വ്യത്യാസം അറിയുന്നുണ്ടോ മുഖത്ത്? പക്ഷെ ഒരു കൂൾ ഫീലുണ്ട് കേട്ടോ. നല്ല തണുത്ത ഒരു ഇതായതുകൊണ്ട് നല്ല കൂളായിട്ടുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ ഓക്കെ ഗേസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്തായാലും ഉറപ്പായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റ ബൈ, സീ യു, ബൈ.